നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് പുനലൂരിലേക്കാണ്. പുനലൂർ കൈമാസിലേക്കാണ് നമ്മൾ പോകുന്നത്. അജീഷണ്ണന്റെ തട്ടകമാണ് കൈമാസ്. നമ്മുടെ കൂട്ടത്തിൽ നല്ല അറിവും കാര്യങ്ങളും ഇതൊക്കെ വെച്ച് സംസാരിക്കുന്ന ഒരു വ്യക്തി നമ്മൾ അജീഷണ്ണ. അത് വെപ്പാണ്, അത് വെച്ചതാ. അത് കഴിഞ്ഞാൽ അശ്വനാണ്. അത് സത്യമാണ് കേട്ടോ. അത് കുറെ പേരുണ്ട്. അത് പിന്നെ അജീഷ് പറഞ്ഞാൽ പൊരിന്ന് വായിച്ചാലും പൊരിന്ന് നമ്മളെ കൊണ്ട് വിശ്വസിപ്പിക്കും. പക്ഷെ എന്താണ് പറയുന്നതെന്ന് അവന് 10 മിനിറ്റ് ഓർമ്മയില്ല. അത് പറയാം. അത് പ്രായത്തിന്റെ അരി ബിരിയാണിനകത്ത് വണ്ടി കയറുമോ? 1 മണിക്കൂർ കൊണ്ട് അരി ബിരിയാണി, പൊരി ബിരിയാണി. ഇതുവരെയായിട്ട് അരിയില്ല, പൊരിയില്ല. കൈമാസി പോയി കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് പെട്ടു. നമ്മുടെ ഗ്രൂപ്പിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ അരി എന്ന് പറഞ്ഞാൽ നമ്മൾ കൈമാസം എന്ന് പറഞ്ഞാൽ ആ കടയുടെ ഒരു ബന്ധമില്ലാത്ത ഒരു സ്ഥലത്തായിരിക്കും നമ്മൾ. അപ്പൊ അതാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്. തിരക്കാണ്. ഉത്രാടപ്പുലരിയാണ്. നമുക്ക് നടന്ന് പാലെടുക്കാം. രാത്രിയാണ്. ഇനി അടുത്തതായി ഗണേശ് നമുക്ക് വേണ്ടി ഒരു ഓണപ്പാട്ട് പാടും. ഓണപ്പൂവിൻ പൂൽ അല്ലേ ഒല്ലല്ലേ പറയുമ്പോഴേ തട്ടത്തിമറയത്തിലെ നമ്മുടെ ഇരുമ്പോളിയുടെ ആദ്യത്തെ പേസാണ് എനിക്ക് ഓർമ്മ വരുന്നത്. അജീഷന് അത്ര കണക്ഷനാണ് അജീഷന് പറയുന്നത്. ചോദിച്ചോക്കെ ഹരി ബിരിയാണി, ഹരി ബിരിയാണി. അപ്പൊ നീയൊക്കെ വന്നപ്പോഴേ എനിക്കറിയാം ഇവിടെ സാധനം കിട്ടത്തില്ലാന്ന്. ഇങ്ങനെ കൊണ്ടല്ലേ വന്നേ. അജീഷണ്ണൻ ഇതാ മാസം കളിക്കാൻ പോകുന്നു. ആരാ ചോദിക്കുമോ കണ്ടറിയോ? ഇറങ്ങിയോ ചാടിക്കോ, ചാടിക്കോ. ഹരി ബിരിയാണി ഇടിക്കുന്നതാണ് അജീഷണ്ണ പറഞ്ഞത്. ഞാൻ ഇന്ന് ഹരി ബിരിയാണി തൂക്കിടിക്കും. എനിക്ക് ബിരിയാണി തരാത്ത ഒരു ഹരി ഇവിടെ ബിരിയാണി വെക്കണ്ട എന്ന് പറഞ്ഞോണ്ട് പുറത്തുന്റെ മാത്രം അഭിമാന സംഭാജീഷണ്ണൻ. ഇപ്പൊ നമുക്ക് അടുത്ത വിഷലാണ് ഗൈസ്. നമ്മളെ ഗേറ്റ് കൂട്ടാതെ ഇതിനകത്ത് പാർക്ക് ചെയ്യുന്ന ചോദിക്കാനാണ് അജീഷണം പോയിക്കുന്നത്. ഇപ്പൊ അമ്മ ചീത്തൊളിയുമ്പോ തിരിച്ചിറങ്ങി വന്ന വിഷു മുരുക മുരുക പുലി മുരുക. നമുക്ക് അങ്ങനെ നമ്മൾ പറഞ്ഞത് പുള്ളിയുടെ ഗോൾ പോസ്റ്റിൽ കയറുന്നില്ല. 15ാമത്തെ ഗോളാണ് മിസ്. അപ്പോൾ നമ്മൾ ലക്ഷ്യസ്ഥാനത്തെത്തി. ഇനി 1/2 കിലോമീറ്റർ നടക്കണമെന്നാണ് പുറവന്തൂർ അജീഷ് പറയുന്നത്. നമ്മളെന്തായാലും പുറത്തിറങ്ങി കാഴ്ചകൾ കാണാണ്. നമ്മുടെ മൈജി ഫ്യൂച്ചർ ഇതാണ് നമ്മുടെ പുറവന്തൂർ അജീഷ് പുറവന്തൂർ സ്പൾബർഗഡേഷ്. ഭയങ്കര ആൾക്കാർ നമ്മളെ സ്ഥലം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് ഹരി ബിരിയാണി പോവാ. അടുത്ത ഹരി ബിരിയാണി സ്കീമായിട്ട് അജീഷ് ഏട്ടൻ പറഞ്ഞിട്ടുണ്ട്. നമ്മളിപ്പോ ഉള്ളത് അജീഷ് പുറവന്തൂരിന്റെ സ്വന്തം നാട്ടിലാണ് കൂട്ടുകാര്. നമ്മള് ഹരി ബിരിയാണി പോയി അത് വലിച്ച് സൂപ്പറായിട്ട് വലിച്ചിട്ടുണ്ട്. നമ്മള് മുമ്പേ കണ്ട മൈജി 5 കിലോമീറ്റർ മുമ്പേ 5 കിലോമീറ്റർ മുമ്പേ കണ്ട മൈജി നമ്മള് നടന്ന് കാൽനടയായിട്ട്. ഞങ്ങള് അജീഷിന്റെ ഒക്കെ ഗാന്ധിയ മാർഗം കാൽനട പാതയിലൂടെ അജീഷിന്റെ കടന്നു പോകുന്നതാണ് നമുക്ക് കാണാറുള്ളത്. നമ്മൾ 1 കിലോമീറ്റർ താണ്ടി ഇന്ന് പറഞ്ഞ 4 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. അജീഷ് അതിന്റെ അഭിനയം ഫോൺ കട്ട് ചെയ്ത് എന്നിട്ട് ഇത് ചെയ്ത് വെച്ചേക്കും. സംസാരിച്ചോണ്ടിരിക്കുക. നടത്തിയിലുണ്ടല്ലോ പേര് പറഞ്ഞ കഥകൾ. പാലം പണിഞ്ഞപ്പോ തൊട്ടുള്ള സിദ്ധരാമയ്യർ സീമയുടെ വലിയ ഫാനാണ്. ഇതാണ് നമ്മുടെ അജീഷണ്ണൻ പറഞ്ഞ 100 മീറ്റർ നടന്ന 2.5 മണിക്കൂർ കഴിഞ്ഞ് നമ്മള് കൈമാസത്തിന്റെ ഫ്രണ്ടിലേക്കാണ്. തിരക്കൊട്ടുമില്ലേ? നമുക്ക് അപ്പുറത്തിറങ്ങി നോക്കാം. എല്ലാം അജീഷണ്ണൻസ് ഏരിയ. ഒരു ഇച്ചിരി 2 പേര് പോലും ഇല്ലാത്ത ഒരു ഹോട്ടലാണ് നമ്മള് കഴിക്കാൻ വന്നേക്കുന്നത്. പ്ലാൻ ചെയ്തോന്ന് കഴിഞ്ഞാൽ ആ സാധനം ഇവിടെ ഇല്ലാന്ന് പറയും. കൈമാസി പോയി കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് പെട്ടു. ബിരിയാണി കഴിച്ചുകൊണ്ട് എന്തെങ്കിലും വലുതായിട്ടൊന്നും വേണ്ടി വരത്തില്ല. നമ്മൾ ഓർഡർ ചെയ്തിരിക്കുകയാണ്. പരമ്പരാഗത
A few moments later. സംസാരിക്കാൻ പോലും വയ്യ കഴിഞ്ഞത്. എന്ത് മന്തിയെ കുറിച്ച് പറയാനുള്ളത്? വളരെ നല്ല മന്തി. ഇവൻ പറഞ്ഞ് കൂടിയ അരിയാണെന്ന് അറിയില്ല, പായി വെച്ച അലിഞ്ഞു പോവും. സോ ജ്യൂസി, ടെൻഡർ. ഓഫ് കോഴ്സ്. ഫസ്റ്റ് ഹാഫ് ഉള്ളു. ഫസ്റ്റ് ഹാഫ് കൊള്ളാം, സെക്കൻഡ് ഹാഫ് മൈനസ് ലാഗായി, ചെറിയ ലാഗ് അടിച്ചായിരുന്നു. പിന്നെ പ്രെഡിക്റ്റബിൾ ആയിരുന്നു മൊത്തം. ചിക്കന്റെ എല്ല് മാത്രം പ്രെഡിക്റ്റബിൾ ആയിരുന്നു. അതിന്റെ ഒരു ദാരുണ ദൃശ്യം നമ്മൾ പകർത്തിയിട്ടുണ്ട്. എവിടെയെങ്കിലും കാണിക്കാം, എഡിറ്റിൽ പോയില്ലേ കാണിക്കാം. ഇതാണ് നമ്മുടെ എഡിറ്റർ. 10 മിനിറ്റിന്റെ വീഡിയോയും 30 സെക്കൻഡ് നമ്മൾ കഷ്ടപ്പെട്ടെടുക്കുന്ന വീഡിയോസ് മൊത്തം കട്ട് ചെയ്ത് തൊട്ടിക്കളയും. അങ്ങനെ നമ്മുടെ മന്തി കാഴ്ചകൾ ഇവിടെ അവസാനിക്കുകയാണ്. അടിപൊളി മന്തിയും വീണ്ടും വീണ്ടും ഒരു തിരുവോണ മന്തിയുമായി നാളെ നമുക്ക് കാണാമെന്നുള്ള ശുഭപ്രതീക്ഷയിൽ ശുഭരാത്രി, ശുഭനിദ്ര. അജീഷേട്ടന്റെ വക എല്ലാവർക്കും ഓണക്കിറ്റ് വിതരണം ഉണ്ടെന്നാണ്. ഈ വീഡിയോ ലൈക്ക് അടിക്കുന്നവർക്ക് സെപ്പറേറ്റ് വാട്സാപ്പിൽ അയച്ചു തന്ന എക്സ്ട്രാ ഒരു കിറ്റ് തരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ടിൻഡിങ് ബട്ടൺ അമർത്തുക. അജീഷ് അണ്ണന്റെ ടിൻഡിങ് അടിക്കുക. ലെഗ് പീസ് എനിക്ക് വേണം. ലെഗ് പീസ് കളിയില്ല.